ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. ഇന്ന് നമ്മളുടെ സ്റ്റഡി വ്ലോഗ് എപ്പിസോഡ് നമ്പർ 7 ആണ്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ എങ്ങനെയാണ് വളരെ എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരള PSC 2026 മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ഒരു കൃത്യമായ ടൈം ടേബിൾ ഇല്ലാതെ ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി നാം എങ്ങനെയാണ് പ്രായോഗികമായിട്ട് ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള എന്നാൽ ഫലപ്രദവുമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. പഠനത്തെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താനും അതിലൂടെ വിജയത്തിലേക്ക് നയിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ടൈം ടേബിൾ നല്ല രീതി, അതായത് നമുക്കൊരു പ്രാക്ടിക്കലായിട്ടുള്ള നമുക്ക് ടൈം ടേബിൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലേ. വേണമെങ്കിൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ വേണമെങ്കിൽ 24 മണിക്കൂറൊക്കെ വെച്ച് നമുക്ക് ടൈം ടേബിൾ ഉണ്ടാകും. പക്ഷേ അത് പലപ്പോഴും പ്രായോഗികമാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആവണമെന്നില്ല. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പ്രായോഗികമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരണമെങ്കിൽ, അതായത് ഓരോ ദിവസവും നമുക്ക് ഒന്നിച്ച് പഠിക്കാനാണെങ്കിൽ, അങ്ങനെ ഞാൻ ഓരോ ദിവസവും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് എല്ലാ ദിവസവും ടൈം ടേബിൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? വെറുതെ കടലാസിൽ കുത്തിക്കുറിച്ചിടുന്ന കുറച്ച് സമയവും അതിന് നേരെ കുറച്ച് വിഷയങ്ങളും മാത്രം അങ്ങനെയല്ല നമ്മളുടെ ടൈം ടേബിൾ. ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മളുടെ പഠനത്തിന് ഒരു ദിശാബോധം നൽകുന്ന ഒരു വഴികാട്ടിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. എഫക്റ്റീവും പ്രാക്ടിക്കലുമായിട്ടുള്ള ഒരു ടൈം ടേബിൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. പഠിക്കേണ്ടുന്ന സമയനഷ്ടം ഒഴിവാക്കാൻ നമുക്ക് ടൈം ടേബിൾ ഉപയോഗിക്കാം. അതായത് നമ്മൾ പലപ്പോഴും ഒരു വലിയൊരു സിലബസും കയ്യിലെടുത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ലാത്തൊരു സമയം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മുൻകൂട്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വ്യക്തതയില്ലായ്മകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി സാധിക്കും. കൃത്യമായി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ടൈം ടേബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സിലബസിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. കൃത്യമായ ടൈം ടേബിൾ ഫോളോ ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പാഠഭാഗങ്ങളൊക്കെ തീർക്കുകയും അങ്ങനെ കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ തീർക്കുന്നത് നമ്മളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ആവർത്തിച്ചുള്ള റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ടൈം ടേബിളുകളിൽ റിവിഷൻ ഷെഡ്യൂൾ കൂടി ഉൾപ്പെടുത്തുന്നതോടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമുക്ക് പരീക്ഷയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ടൈം ടേബിൾ ക്രമീകരിച്ചുകൊണ്ടുള്ള ചിട്ടയായ പഠനം നമ്മളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും നമ്മൾക്ക് പഠനം ആസ്വാദികരമാവുകയും ചെയ്യും. ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഉള്ള സിലബസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കുന്നതിന് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് പരീക്ഷയാണോ എഴുതുന്നത് ആ ഒരു പരീക്ഷയുടെ ഫുള്ളായിട്ടുള്ള സിലബസ് PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൽ എത്ര വിഷയങ്ങളുണ്ടെന്നും അതിൽ എത്ര സബ് ടോപ്പിക്കുകളുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പം നമ്മൾ LDC എടുക്കുകയാണെങ്കിൽ LDC ഏകദേശം 15ഓളം മെയിൻ ടോപ്പിക്കുകളും 250 മുകളിൽ അല്ലെങ്കിൽ 250 എടുക്കാം, 250ഓളം സബ് ടോപ്പിക്കുകളുമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ 100 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം 2.5 തൊട്ട് 3 സബ് ടോപ്പിക്കുകൾ വരെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അങ്ങനെ സിലബസും നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയവും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ടൈം ടേബിളിൻ്റെ പ്ലാൻ സെറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ സിലബസ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോ വിഷയത്തിനും എത്ര മാർക്കാണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ടൈം ടേബിൾ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കുകളും എത്ര അധികം പഠിക്കാനുണ്ട്. ഇപ്പം ചില വിഷയങ്ങൾ ഒരുപാട് അധികം പഠിക്കാനുണ്ടാവും, പക്ഷേ 1-2 മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റു പല വിഷയങ്ങൾ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, പക്ഷേ അതിൽ നിന്ന് കൂടുതൽ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അതിൻ്റെ ആ ഒരു രീതികളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഏത് പരീക്ഷയ്ക്കാണോ പഠിക്കുന്നത് അതിൻ്റെ മുൻവർഷ ചോദ്യപേപ്പറുകൾ ഡൗൺലോഡ് ചെയ്ത് അത് ഒന്ന് വിശകലനം ചെയ്യുക. ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യം വരുന്നത്, ചോദ്യങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണ്, ഏത് വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ വിശകലനം ചെയ്ത് കിട്ടുന്ന ഒരുപാട് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ആ റിസൾട്ടുകളൊക്കെ നമ്മളുടെ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഓരോ പേഴ്സൺ ബൈ പേഴ്സൺ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതായത്
നമുക്ക് നമ്മളുടെ വീക്ക്നെസ് ഏത് ഭാഗമാണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ഏത് ഭാഗമാണ് നമുക്ക് ഓക്കെ ആയിട്ടുള്ളത്, ഏത് ഭാഗത്താണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്, ഏത് വിഷയത്തിലാണ് കൂടുതൽ ശ്രദ്ധയും പഠനവും നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കണക്കിന് നിങ്ങൾ പിന്നിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന് കൂടുതൽ സമയം കണ്ടെത്തണം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പൊതുവിജ്ഞാനോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഫിസിക്സോ അല്ലെങ്കിൽ ബയോളജിയോ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമുള്ള ഭാഗങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ അതിന് അത്രയധികം സമയം കൊടുക്കാതെ ഉള്ള രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ടൈം ടേബിൾ ഉണ്ടാക്കുന്ന അടുത്തൊരു ഘട്ടമാണ് നമുക്ക് ലഭ്യമായ സമയം കണ്ടെത്തുക എന്നുള്ളത്. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എത്ര സമയം മാറ്റിവെക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എത്ര സമയം ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിലർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ അതായിരിക്കും എളുപ്പം. മറ്റു ചിലർക്കാണെങ്കിൽ രാത്രിയിൽ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വേണം നിങ്ങൾ സമയം കണ്ടെത്താൻ. ഒരു ദിവസം 4 മണിക്കൂറോ 6 മണിക്കൂറോ 8 മണിക്കൂറോ എത്രയാണോ നിങ്ങൾക്ക് പ്രായോഗികമായി പഠിക്കാൻ സാധിക്കുന്നത് അത് കുറിച്ച് വയ്ക്കുക. നമുക്കും പഠിക്കാൻ പറ്റുന്നതിലും അമിതമായിട്ടുള്ള സമയം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന രീതിയിൽ ടൈം ടേബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തളർച്ചയുണ്ടാവും. ടൈം ടേബിൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സ്മാർട്ട് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അതായത് നിങ്ങളുടെ പഠനത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് വളരെ സ്മാർട്ടുമായിരിക്കണം. എന്താണ് സ്മാർട്ട് എന്ന് വെച്ചാൽ S ഫോർ സ്പെസിഫിക്, M ഫോർ മെഷറബിൾ, A ഫോർ അച്ചീവബിൾ, R ഫോർ റെലവൻറ്റ്, T ഫോർ ടൈം ബൗണ്ട്. ടൈം ടേബിളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ ചേർക്കുക. അതാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. അതായത് ഇന്ന് കണക്ക് പഠിക്കുമെന്നുള്ളതിന് പകരം ഇന്ന് ലാഭവും നഷ്ടവും എന്ന ഭാഗം പഠിക്കുമെന്ന് വേണം നമ്മൾ ടൈം ടേബിൾ എഴുതാൻ വേണ്ടിയിട്ട്. മെഷറബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പം ഇന്ത്യൻ ഭരണഘടന 5 ആർട്ടിക്കിളുകൾ പഠിക്കും. അവിടെ നമ്മൾ കൃത്യമായിട്ട് 5 എണ്ണം എന്നുള്ളത്, അതായത് അങ്ങനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ പഠിക്കുമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർട്ടിക്കിളുകൾ 300 സംതിങ് ആർട്ടിക്കിളുകളുണ്ട്, ഇത് മുഴുവൻ പഠിക്കുമെന്നല്ല, കൃത്യമായിട്ട് എത്ര എണ്ണം എന്നുള്ളത് കൂടെ നമ്മൾ അതിൽ രേഖപ്പെടുത്തുക. നമുക്കൊരു ദിവസം എത്ര പഠിക്കാൻ കഴിയുന്നുവോ അത്ര മാത്രമേ നമ്മൾ ടൈം ടേബിൾ ഉൾപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. അതാണ് നമുക്ക് നേടാൻ കഴിയുന്നത് അഥവാ അച്ചീവബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് ആ പരീക്ഷയുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ ടൈം ടേബിൾ ഉൾപ്പെടുത്തേണ്ടത്. അതായത് നമ്മൾ പഠിക്കുന്ന പരീക്ഷയ്ക്ക് റെലവൻ്റ് ആയിട്ട് വേണം നമ്മുടെ ടൈം ടേബിൾ ഉണ്ടാവാനെന്നർത്ഥം. സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. അതായത് ഒരു പർട്ടിക്കുലർ പാഠഭാഗം നമ്മൾ ഇന്ന ദിവസം കൊണ്ട് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ഈ വിഷയം പൂർത്തിയാക്കുമെന്ന് നമ്മൾ ടൈം ടേബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതേ രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ടൊരു ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ പഠിക്കുന്നതിന് വേണ്ട ഒരു ഡെയിലി ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഇടകലർത്തിയിട്ട് പഠിക്കുക. അതായത് യു ഹാവ് ടു മിക്സ് ദ സബ്ജക്റ്റ്. ഒരു ദിവസം മുഴുവൻ ഒരു വിഷയം മാത്രം പഠിക്കാതെ 2 or 3 വിഷയങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് ഇപ്പോൾ രാവിലെ നിങ്ങൾ സയൻസാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സയൻസിൽ പിന്നെ നിങ്ങൾ ഫിസിക്സിലെ ഏതെങ്കിലും ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കണക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ പഠിക്കുക. അതിനുശേഷം വൈകുന്നേരം മലയാളം പഠിക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കൊരു മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഒരേ വിഷയം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ സമയം ടൈം ടേബിളിൽ കൊടുക്കുക. താരതമ്യേന നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കുന്ന സമയം കുറയ്ക്കുക. എന്ന് വിചാരിച്ചിട്ട് പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല. മറ്റ് സബ്ജക്റ്റുകൾ, നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കുന്ന സമയത്തേക്കാൾ കുറവ് സമയം മതി നമുക്ക് എളുപ്പമുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കാൻ. കൂടാതെ തന്നെ ഇംഗ്ലീഷ്, കണക്ക്, മലയാളം പോലുള്ള വിഷയങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്ന രീതിയിൽ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുക. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ മാറ്റി വെക്കണം. പത്രം വായിക്കുക, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സുള്ള മാഗസീനുകൾ വായിക്കുക, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ആപ്പുകളുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ PSC ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക. ഓരോ 35-40 മിനിറ്റ് പഠനത്തിന് ശേഷവും ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ബ്രേക്ക് എടുക്കുക. അത് നമ്മളുടെ ടൈം ടേബിളിൽ കൃത്യമായിട്ട് ഉണ്ടാവുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഏകാഗ്രത നിലനിർത്താൻ സഹായിക്കും. ഇതിനാണ് നമ്മൾ പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈം ടേബിളിൽ ഉൾപ്പെടുത്തേണ്ട ചില പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ദിവസവും പുതിയ വിഷയങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ വർക്കൗട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ റിവിഷനുള്ള ഒരു സമയവും ടൈം ടേബിളിൽ ഉൾപ്പെടുത്തണം.
അതായത് നമ്മളുടെ ടൈം ടേബിളിലെ 60 മുതൽ 70% വരെയുള്ള ടൈം പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. 20% കണക്ക്, ഇംഗ്ലീഷ്, റീസണിങ് മുതലായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഒരു 10 മുതൽ 15% സമയം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ നമ്മൾ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഇത് ദിവസത്തിലും ആഴ്ചയിലും മാസത്തിലും നമ്മൾ റിവിഷൻ നടത്തണം. അത് നമ്മളുടെ ടൈം ടേബിളിൽ കൃത്യമായിട്ട് ഉണ്ടാവുകയും വേണം. ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കാം, ആ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഒപ്പം ഒരു മോക്ക് ടെസ്റ്റ് എഴുതാനും അതിൻ്റെ ഉത്തരങ്ങൾ വിശകലനം ചെയ്യാനും ഈ ഒരു ദിവസം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ വേഗതയും കൃത്യതയും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഒരു ടൈം ടേബിളിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ദിവസം ഇപ്പോൾ നമുക്ക് ആ ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ നിരാശയൊന്നും വേണ്ട. അടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങുക. ഓക്കെ, ഒരു ദിവസം വളരെ കുറച്ച് സമയമാണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ ആ ഒരു കുറച്ച് സമയം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ പഠന വഴികളിൽ നമുക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വരാം. അങ്ങനെയുള്ള സമയങ്ങളിൽ ടൈം ടേബിളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. ഓക്കെ, അപ്പം ഒരു വിഷയത്തിന് കൂടുതൽ സമയം വേണ്ടി വന്നാൽ അതിനനുസരിച്ച് മറ്റു വിഷയങ്ങളുടെ സമയം ക്രമീകരിക്കാനൊക്കെ നമുക്ക് പറ്റണം. ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ഉറക്കവും അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഉറക്കം നമുക്ക് ഓർമ്മശക്തിക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സമയം, അത്യാവശ്യം ചെറിയ എക്സസൈസുകൾ ചെയ്യാനുള്ള സമയം, ഇതൊക്കെ നമ്മളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓരോ ആഴ്ചയിൽ നിങ്ങൾ എത്രമാത്രം പഠിച്ചു, എവിടെയാണ് പിന്നോട്ട് പോയത് എന്ന് സ്വയം വിലയിരുത്തേണ്ട ഒരു സമയം നമ്മൾ ടൈം ടേബിളിൽ വെക്കേണ്ടതാണ്. ഇങ്ങനെ അസസ് ചെയ്യുന്ന സമയത്ത് ടൈം ടേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഓക്കെ ആയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പിന്നോക്കം പോയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമല്ലോ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അത് ടൈം ടേബിളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരിക ആ ഒരു അസസ്മെൻറ്റിനനുസരിച്ച്. പഠന വഴികളിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ ആസ്വദിക്കുകയും അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠനം കുറച്ചുകൂടി രസകരമാവുകയും നമുക്കൊരു തിരിച്ചെന്തോന്ന് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളുടെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ മാക്സിമം ആഘോഷിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ LDC മെയിൻസ് പരീക്ഷയ്ക്ക് എങ്ങനെ ഒരു പ്രായോഗികവും ഫലപ്രദവുമായ ടൈം ടേബിൾ ഉണ്ടാക്കാമെന്ന് വിശദമായി കണ്ടു. ഇതൊരു കടലാസിൽ പ്ലാൻ മാത്രമായിട്ട് ഒതുങ്ങരുത്. നിങ്ങളുടെ പഠനത്തിന് ദിശാബോധം നൽകുന്ന, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു വഴികാട്ടി കൂടിയായി നിങ്ങൾ ടൈം ടേബിളിനെ കണക്കാക്കുക. ഓർക്കുക, ഈ യാത്രയിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. ഒരു ദിവസം ടൈം ടേബിൾ തെറ്റിയെന്ന് വെച്ച് നിരാശപ്പെട്ട് പഠനം നിർത്തരുത്. അടുത്ത ദിവസം മുതൽ പുതിയ ഊർജ്ജത്തോടെ വീണ്ടും തുടങ്ങുക. നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കി സിലബസ് പൂർണ്ണമായും കവർ ചെയ്ത് കൃത്യമായി റിവിഷൻ നടത്തി നിങ്ങളുടെ വിജയം ഉറപ്പാക്കുക. ഈ ഒരു വീഡിയോയിൽ LDCയുടെ മെയിൻ പരീക്ഷയ്ക്ക് എങ്ങനെ ഒരു പ്രായോഗികവും ഫലപ്രദവുമായ ടൈം ടേബിൾ ഉണ്ടാക്കാമെന്ന് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കേവലം ഒരു കടലാസിലെ പ്ലാൻ മാത്രമായിട്ട് ചുരുക്കാതെ ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തിന് ദിശാബോധം നൽകുന്ന, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു വഴികാട്ടിയായി നിങ്ങൾ കണക്കാക്കുക. ഓർക്കുക, PSC പഠനത്തിൻ്റെ ഈ യാത്രയിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. ഒരു ദിവസം ടൈം ടേബിൾ തെറ്റിയെന്ന് വെച്ച് നിരാശപ്പെട്ട് പഠനം നിർത്തരുത്. അടുത്ത ദിവസം മുതൽ പുതിയ ഊർജ്ജത്തോടെ വീണ്ടും തുടങ്ങുക. നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി സിലബസ് പൂർണ്ണമായും കവർ ചെയ്ത് കൃത്യമായ റിവിഷൻ നടത്തി നിങ്ങളുടെ വിജയം ഉറപ്പാക്കുക. ഓരോ ചെറിയ വിജയവും ആഘോഷിക്കുന്നത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകും. വിജയം കഠിനാധ്വാനത്തിലൂടെയും ചിട്ടയായ പഠനത്തിലൂടെയും മാത്രം ലഭിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ലക്ഷ്യം വലുതായിരിക്കാം, പക്ഷേ അതിലേക്ക് എത്താൻ ചെറിയ ചെറിയ ചുവടുകൾ കൃത്യമായി വെച്ചാൽ മതി. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് ഇത് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. PSC പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ സ്റ്റഡി ടിപ്സുകൾക്കും PSC ക്ലാസ്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണുന്നത് വരെ പഠനം തുടരുക, വിജയം നേടുക. ഓൾ ദ ബെസ്റ്റ്.